നമ്മുടെ ഉള്ളിലല്ലേ ചലനങ്ങളുള്ളത്. ഉള്ളിലെ ചലനം ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലെ ചലനം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വണ്ടർഫുള്ളായിട്ടുള്ള മൂമെൻറ്റ്സാണ്. അതിൽ നിന്നാണ് നമുക്ക് ഇൻ്റലിജൻസ് കിട്ടേണ്ടത്. ഇത് ഇൻ്റലിജൻസിന് ബാരിയർ ഉണ്ടാക്കുന്ന ഭാഗമാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മുടെ ഇൻ്റലിജൻസിന് തടസ്സം ഉണ്ടാക്കിയാണ്. അതാണ് പ്രശ്നത്തിന് കാരണം. അതാണ് നമ്മുടെ ഉള്ളിലുള്ള മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമായി. ഇത് പുറത്ത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എങ്ങനെ എന്നോട് പെരുമാറുന്നു, എനിക്ക് എന്തൊക്കെ ഉണ്ട്, ഇതിനെ വെച്ചോട് ആശ്രയിച്ചാണ് മനുഷ്യൻ കഷ്ടപ്പാടിലോട്ട് പോകുന്നത്. ഉള്ളിൽ ചലിക്കുന്ന അവസ്ഥയെ ശ്രദ്ധിച്ചാൽ അത് ഏറ്റവും സൂപ്പറാണ്. പക്ഷെ ഇവിടെ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടിയെ പഠിപ്പിക്കാൻ നോക്കുന്നു. കുട്ടി മറ്റുള്ളവരെക്കാൾ ഒന്നാമനാകണമെന്നുള്ള ഈ താല്പര്യമാണ് ദുരന്തത്തിൻ്റെ കാരണം. ആ താല്പര്യം നമ്മളുടെ ബലഹീനതയിൽ നിന്ന് വന്നു. കാരണം ചില പ്രതിസന്ധിയെ, ചുറ്റുപാടും കാണുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് പോയി. ഉള്ളിലോട്ട് കണക്റ്റ് ആവുന്നതിന് പകരം പുറമേയുള്ള കാര്യം മാതാപിതാക്കൾക്ക് തന്നെ അവരൊരു പരാജയമാണെന്നുള്ള തോന്നൽ എവിടെ വന്നതുകൊണ്ടായിരിക്കില്ലേ? മാതാപിതാക്കൾക്ക് പരാജയം വന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ എവിടെയോ പരാജയം സംഭവിച്ചുകൊണ്ടോ, ശ്രദ്ധ വഴിതെറ്റിയതുകൊണ്ടാണ്. ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലാണ് എന്നൊരു ഭാഗം വിട്ടുകൊണ്ട് പുറത്ത് ശ്രദ്ധിച്ച് പുറമേ നിന്നുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കി. ഉള്ളിലുള്ള മാറ്റങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ. കാരണം അഹങ്കാരമാണ്. മറ്റൊരുത്തൻ പറഞ്ഞത് ഞാൻ ചെയ്തെന്ന് പറയുന്നത് ചിലവർക്ക് കുറച്ചിലാണ്, ചിലവർക്കത് ഭയങ്കര നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ, അല്ലെ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾക്കൊരു ശരീരത്തിൽ പിന്നെ ഒരു ബുദ്ധിമുട്ട് മെമ്മറിയായി കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും ഡൈജസ്റ്റ് ആവാണ്ട് കിടക്കുന്നുണ്ട്. അതും മെമ്മറി ആയിട്ട് മാറുന്നുണ്ടല്ലോ. പിന്നെയും അത് വേണം എന്നുള്ളൊരു ഭാഗം. അതായത് അവിടെയും അഹങ്കാരം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചിന്തയിലല്ലേ. ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ ഇതൊന്നുമില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തനം ഉണ്ടല്ല. ഉള്ളിൽ പ്രവർത്തിച്ചിട്ടില്ല നമ്മൾ എഴുന്നേറ്റ് നടക്കണം. ഈ ആഗ്രഹിക്കണതൊക്കെ, ഈ ആഗ്രഹം ഒരിച്ചിരി ശരീരത്തിന് ക്ഷീണം വന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെക്കും എല്ലാവരും. പക്ഷെ ആരോഗ്യമുള്ളപ്പോഴാണ് ഈ വേണ്ടാത്ത രോഗത്തിന് കാരണമായിട്ടുള്ള എല്ലാ അവസ്ഥയിലോട്ടും പോകുന്നത്. ആരോഗ്യമുള്ളപ്പോഴാണ് സമാധാനത്തിൽ ഇരിക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടും. സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. മറ്റാളുടെ ഭാഗം അയാൾ ചെയ്ത പ്രവൃത്തി എന്താണ്, അയാൾ സംസാരിച്ചാൽ ഇയാൾക്ക് 100 ആശയം കിട്ടും. അല്ലാണ്ട് ഇയാളെ അറിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയെ കണ്ടിട്ട് ഇയാൾ വിമർശിക്കാൻ നടക്കുകയാണ്. പക്ഷെ നമ്മളിൽ എന്ത് പ്രവർത്തനം നടക്കുന്നത്? നമ്മളിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജീവൻ നിരന്തരം ജീവൻ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവർത്തനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഓരോ വ്യക്തിയും നിലനിൽക്കുന്നതെങ്കിൽ അവിടെ ആ കൂട്ടായ്മ വളരെ ക്ലിയറാണ്. ആ കൂട്ടായ്മയിൽ രോഗം ഉണ്ടാകത്തില്ല. തെറ്റായിട്ടുള്ള കൂട്ടായ്മയിലാണ് രോഗവും അടിയും വഴക്കും ബഹളവും എല്ലാം ഉണ്ടാകുന്നത്. നല്ലൊരു കൂട്ടായ്മയിൽ ഒരിക്കലും രോഗം ഉണ്ടാകാൻ പറ്റത്തില്ല. കാരണം ഇത് മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊരു കാരണവശാലും ഈ പ്രവർത്തനത്തിൽ യാതൊരു കോട്ടവുമില്ല. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് സഹകരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശ്രദ്ധ അവിടെ എത്തണം. ശ്രദ്ധ അവിടെയാണ് എത്തേണ്ടത്. ശ്രദ്ധ നമ്മളെ നിലനിർത്തുന്ന സവിശേഷതയിലോട്ട് എത്തണം. എല്ലാവരും ഇപ്പോൾ ഒരു പാരലിസിസ് വരുന്നു, ഒരു സൈഡ് തളർന്നു പോകുന്നു.
ഒരു സൈഡ് തളർന്ന് പോയി കഴിയുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ ഒരു സൈഡിൽ ചെറിയ തളർച്ചയുള്ളപ്പോഴാരും അറിയുന്നില്ല. ഒരു സൈഡിൽ ചെറിയ തളർച്ചയുള്ളപ്പോഴാരും അറിയുന്നില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയ വീക്ക്നെസ് ഉണ്ട്, മനസ്സിലായ? ചെറിയ തളർച്ചയുണ്ട്, പക്ഷേ ഇതാരും അറിയുന്നില്ല. ആ തളർച്ച കൂടിയാണ് ഒരു സൈഡിൽ വലിയ തളർച്ചയായിട്ട് മാറുന്നത്. ചെറിയ തളർച്ച ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അപ്പം തന്നെ കറക്റ്റ് ചെയ്യാം. വളരെ ഒന്നുമില്ല, പെട്ടെന്ന് ആർക്കും സെറിബ്രൽ ഹെമറേജ് ഉണ്ടാകുന്നില്ല. അതെ, കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നിരന്തരമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇത് വലിയ തളർച്ചയാകുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. രോഗലക്ഷണങ്ങൾ നമ്മളിൽ വളരെ സൂക്ഷ്മമായിട്ട് കാണാം. അത് എപ്പോഴും ഉള്ളതാണ്, പക്ഷെ നമ്മുടെ ശ്രദ്ധ അവിടം വരെ എത്തുന്നില്ല. നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ് ശ്രദ്ധ മെച്ചപ്പെടുന്നത്? സജീവമാകുമ്പോൾ, നിരന്തരം ചെയ്യുമ്പോഴാണ് നമുക്കതിനകത്ത് കൂടുതൽ പ്രാപ്തി കിട്ടുന്നത്. അപ്പോൾ നിരന്തരം ശ്രദ്ധിച്ചാൽ സൂക്ഷ്മമായിട്ടുള്ളത് തെളിഞ്ഞു വരും. നിരന്തരം നമ്മളിൽ നമുക്ക് ശ്രദ്ധ നിലനിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിലുള്ള വൃത്തികേട് മാറ്റാൻ പറ്റാത്തത്. കാരണം നമ്മൾ മുറി കഴുകി വൃത്തിയാക്കുന്നു, തുണി അലക്കി വൃത്തിയാക്കുന്നു. അത് കൃത്യമായിട്ട് സോപ്പിട്ട് എവിടെയാണ് അഴുക്കുള്ളത് കണ്ടുപിടിച്ച് തേച്ച് കഴുകി കളയുന്നത് പോലെ നമ്മളിൽ എവിടെയാണ് അഴുക്കുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ ഇടത് ചെവി കണ്ടമാനം എന്തൊക്കെ ചെവിയിൽ സംഭവിക്കുന്നു. അവിടെ വേദനയുണ്ട്, ചെവി അടഞ്ഞിരിക്കുന്നു. പക്ഷേ റിപ്പയർ ചെയ്യാൻ നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട്, ചെവിയിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അത് റിപ്പയർ ചെയ്യാൻ തുടങ്ങി. ശരീരം തന്നെ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അത് ശരീരം തന്നെ റിപ്പയർ ചെയ്യണം. ഇത് കണ്ടെത്തി, എപ്പോൾ കണ്ടെത്തി അപ്പം തൊട്ട് ചെവി റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന അവസ്ഥ തന്നെത്താൻ റിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് റിപ്പയർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അവിടെ എത്തണം നമ്മുടെ ശ്രദ്ധ. എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രശ്നമുള്ളത് അവിടെ നമ്മുടെ ശ്രദ്ധ എത്തണം. അവിടെ അങ്ങനെ ശ്രദ്ധ എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പ്രശ്നമല്ലേ. ഇപ്പം നിനക്ക് അവിടെ എവിടെയാണ്? വയറിൻ്റെ ഭാഗത്ത് അല്ലേ? വയറിൻ്റെ ഭാഗത്ത് എന്തായിരുന്നു? വയറിൻ്റെ ഭാഗത്ത് വേദനയുണ്ട്. അവിടെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം തോന്നും. അപ്പോൾ അതിന് മുന്നേ അവിടെ ഒരു പെയിൻ ഉണ്ടാവും. ഒരു ഗ്യാസൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെയുള്ളൊരു ഫീലിങ് ലെഫ്റ്റ് സൈഡിൽ. അതെങ്ങനെ കറക്റ്റ് ചെയ്യും? എക്സ്പാൻഷൻ. അതെ, എല്ലാം ഞാൻ അവിടെ തന്നെ ശ്രദ്ധ കൊടുത്തു. അതായത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, ഇവൻ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സ്മെല്ല് വരുമ്പം തന്നെ, ചിലപ്പം ചില ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരുമ്പം തന്നെ അവിടെ എനിക്ക് റിയാക്ഷൻ വരും. അവിടെ ചെറുതായിട്ട് പെയിന് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരും. പക്ഷെ ഇപ്പം ഓരോ ദിവസം കഴിയുന്നതോറും അത് ബെറ്ററായി വരുന്നുണ്ട്. ഞാൻ ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ ആ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ട്. വേറെ ഞാൻ എക്സ്റ്റേണൽ മരുന്നോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു മരുന്ന് തന്നെയാണ് അത്. നമ്മുടെ ബോഡി തന്നെ നമ്മൾ ഹീൽ ചെയ്യുന്ന ഭാഗമുണ്ട്. പക്ഷെ നമ്മൾക്ക് അവിടെ അറിയണം. അത് നമുക്ക് ആ അറിവ് അവിടെ വേണം. കാരണം ഇത് മാറ്റിയിട്ട് എനിക്ക് വേറെ പോയി പുറത്തു പോയി വർക്ക് ചെയ്യേണ്ട അത്യാവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുക, എന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ, എൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇതിനി പെട്ടെന്ന് മാറ്റിയിട്ട് വേണം ഇനി അടുത്ത എനിക്ക് ജോലിക്ക് പോയി. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റണം. അപ്പം അതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന മരുന്ന് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലർ യൂസ് ചെയ്യാതില്ല. ഞാൻ എൻ്റെ ശരീരത്തിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പം ഞാൻ പരിപൂർണമായിട്ട് എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുക ചെയ്യുന്നത്. അതെ, അവിടെ അതിനുള്ള സാവകാശമുണ്ട്. മറ്റേ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. മനസ്സ് നൂറുകൂട്ടം കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് ഈ വേദന എടുത്ത് ഇങ്ങനെ ഇരുന്നാലും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക, എനിക്ക് ജോലിക്ക് പോകണ്ടേ, എനിക്ക് അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ് കൂടുതൽ ആൾക്കാർ, പ്രശ്നത്തിലാണ്.
അപ്പോൾ പ്രശ്നത്തിന് പരിഹാരമില്ല. ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് മരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഓടുന്നത്. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇല്ല, സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. സ്വസ്ഥതയില്ല. അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ അറിയുന്നു. നമ്മൾ എങ്ങനെ അറിയുന്നു? ആ അറിയുന്ന അനുസരിച്ചാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്. നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സൗഖ്യം കിട്ടും. അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സൗഖ്യം കിട്ടും. അറിയുന്നിടത്താണ് നമ്മളുടെ ആശ്വാസം വളർന്നു വരുന്നത്. അപ്പം അറിയാൻ പറ്റുന്നില്ല. എന്റെ കഴുത്തില് കുറച്ച് നാളായിട്ട് ഭയങ്കര ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ പിടിക്കിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നിപ്പോയി എന്നിലൊരു വൈരാഗ്യ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇപ്പോൾ മക്കളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു അത് പ്രതികരിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു അതിർത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അങ്ങോട്ട് ഫ്രീ ആക്കി വിട്ടപ്പോൾ അപ്പോൾ കഴുത്ത് ഫ്രീ ആയി. അപ്പോൾ ആ ചൊറിച്ചിലൊക്കെ മാറി അതൊരു മാറ്റം. കാരണം നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മളെ മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് ശ്രദ്ധ കൊടുക്കാതെ, അവരൊരു വ്യക്തിയല്ല, അവർക്ക് അവരുടേതായ സൗകര്യങ്ങളും അവരെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ നമ്മൾ വിട്ടുകൊടുത്തപ്പോൾ ആ ഒരു പ്രശ്നം അവർക്ക് മാറി. അതെ, ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തെ ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ചില ചേഞ്ചസ് ഇപ്പോൾ നമുക്ക് ദേഷ്യത്തിലോട്ട് പോകുന്നു. നമുക്ക് മറ്റൊരാളെ പരിഹസിക്കണം, മറ്റൊരാളെ കുടുക്കണം, അയാളെക്കാൾ കേമനാണ് ഞാനെന്ന് വരുത്തി തീർക്കണം. ഞാൻ മറ്റൊരാളേക്കാൾ കേമനാണ് എന്ന് വരുത്തി തീർക്കണം. ആ ഒരു അഹംഭാവം, അവിടെയാണ് അഹങ്കാരം വരുന്നത്. ഞാൻ മറ്റൊരാളേക്കാൾ കേമനാണ്. ഇവിടെ മാത്രമേ അഹങ്കാരം. മറ്റൊരാളേക്കാൾ കേമനാണെന്ന് തെളിയിക്കണമെങ്കിൽ ഞാനിപ്പം മറ്റുള്ളവരെക്കാൾ കുറവാണെന്നുള്ളൊരു ഭാഗം എവിടെയോ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിലൊരു കുറവ് ഉള്ളത് കൊണ്ടല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കേണ്ട ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ റിച്ച് ആണെങ്കിൽ മറ്റുള്ളവർ ആരെയും തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇതിലൊരു പരാജയം, ഒരു ബലഹീനതയുടെ ഭീതിയുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് ശ്രദ്ധിക്കുന്നത്, കേമനാകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കേമനാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അടിയും വഴക്കും തർക്കമുള്ളത്. സമാധാനത്തിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല, സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊരാളെ കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഏറ്റവും കൂടുതൽ മനുഷ്യർ സഫർ ചെയ്യുന്നത് മറ്റൊരാളെ കേൾക്കാൻ തയ്യാറല്ല. അതാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് മറ്റൊരാളെ കേൾക്കാൻ തയ്യാറല്ല. കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം ഭയങ്കര വലുതാണ്. ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരാളെ കേൾക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ കേൾക്കത്തില്ല. മറ്റൊരാളെ കേൾക്കാൻ തയ്യാറാകുക, മറ്റൊരാളുടെ കൂടെ ഇരിക്കാൻ തയ്യാറാകുക, ഒരുമിച്ചിരിക്കാൻ സാധിക്കണം. ഈ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് ഫിസിക്കലി കെട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. ആ വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള വൈബ്രേഷനുമായിട്ട് പൊരുത്തപ്പെടുക. അവിടെയാണ് ജീവൻ്റെ ഏറ്റവും വലിയ സാധ്യത. അപ്പോൾ നമ്മൾ ശ്രവണം വേണം, മനനം വേണം. എന്നാൽ മാത്രമേ നമുക്കതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തുള്ളൂ. ആ പൊരുത്തപ്പെടലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഭാഗം. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തി ചെന്ന് റിപ്പയർ ചെയ്യാൻ തുടങ്ങണം. അത് റിപ്പയർ ചെയ്യണം. തന്നെത്താൻ ചെന്ന് കണ്ടെത്തി റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തന്നെത്താൻ മനസ്സിലാക്കണം. സ്വന്തം ശരീരം റിപ്പയർ ചെയ്യാൻ പറ്റും, എനിക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭാഗം വേണം. അല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആ ഭാഗമാണ്
ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണമാകുന്നു. അവിടെ ഒരുമയാണ്, മറ്റൊരാളെ കേൾക്കുക. ആ കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. മറ്റൊരാളെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലാരും. മറ്റൊരാളെ കേൾക്കാൻ കൂട്ടാക്കാതെയാണ് ഈ വിയോജിപ്പും തർക്കവും എല്ലാം ഉണ്ടാകുന്നത്. മറ്റൊരാളെ കേൾക്കാൻ കൂട്ടാക്കാത്തത് അവരുമായിട്ടുള്ളൊരു ബന്ധം അല്ല, അവരുമായിട്ട് ചേരാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളിലൊരു രോഗമുള്ളതുകൊണ്ടാണ്. അവരുമായിട്ട് ബന്ധം വേണം, അവരുമായിട്ട് ചേരണം എന്നുള്ളൊരു താല്പര്യമാണ്. നമ്മളെന്തായാലും അവരെന്താണ് പറയുന്നത്, അവരെന്താണ് അവരുടെ ഉള്ളിലുള്ളത് നമുക്ക് അറിയാനൊരു ഭാഗം, ഒരു താല്പര്യം ഉണ്ടാവും. അപ്പം നമ്മളിൽ ഇത് ജസ്റ്റ് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ആ ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിക്കും. നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ തൊട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ എതിർക്കേണ്ട കാര്യമില്ല. മറ്റൊരാളെ എതിർക്കുന്നത് നമ്മളിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മളിൽ നമുക്ക് മാറ്റങ്ങളെ തൊട്ടറിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ എതിർക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് തർക്കിക്കുന്നത്, മറ്റുള്ളവരെ ശ്രമിക്കാൻ പോലും കൂട്ടാക്കത്തില്ല. കാരണം ശ്രമിച്ചാൽ ഇയാളുടെ കൺട്രോളിലായി പോകും. കാരണം ഞാൻ ആരുടെയും കൺട്രോളിലല്ല, ഒന്നിൻ്റെയും കൺട്രോളിലല്ല. കൺട്രോളിലാകും എന്നുള്ളൊരു ഭയമാണ്. ഞാൻ തോന്നിവാസം നടക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും പലതരത്തിലുള്ള പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. അത് അംഗീകരിക്കാൻ തയ്യാറല്ല, അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. എളിമപ്പെടാൻ ആരുടെയും കൺട്രോളിൽ ഞാൻ ആകത്തില്ല. ഇതാണ് അഹങ്കാരം. ആരുടെയും കൺട്രോളിൽ ഞാൻ ആകത്തില്ല. ഞാനെപ്പോഴും ധിക്കാരിയായിട്ടേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് മറ്റൊരാളെ ശ്രമിക്കത്തില്ല, കൂട്ടത്തിലിരിക്കാൻ പറ്റത്തില്ല, ഒരുമിച്ചിരിക്കാൻ തയ്യാറല്ല. ഒന്നിട്ട് ഞാൻ പറയണം, ഒരുമിച്ചിരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടൊരു ഷാഫിൻ ജിനിയും നാടുവിട്ടത്. എവിടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന എവിടെ, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന എവിടെ, ആ വ്യക്തിയിലാണ് ഒരുമിച്ചിരിക്കുന്നത്. ആ വ്യക്തിയിലുള്ള ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിൽ അവിടെയാണ് ഒരുമ, അവിടെയാണ് ശാന്തി. നമ്മുടെ കാര്യങ്ങൾ തിരക്കുന്നതിന് പകരം മറ്റൊരാളുടെ കാര്യം തിരക്കേണ്ടി വരുന്നു. അതാണ് ഗതികേട്. സ്വന്തം കാര്യം എന്താണ്, എന്നിലെന്ത് സംഭവിക്കുന്നു എന്ന് തിരക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവനവനിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ദുഃഖവും ദുരന്തവും വരുന്നത്. നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു, അവനവനോട് താല്പര്യമില്ല. അതെ. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി നോക്കേണ്ടി വരും. അവനവനെ ശ്രദ്ധിക്കാനോ അവനവനെ കുറിച്ച് പറയാനോ ഒന്നുമില്ല. അതെ, അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് നിരപരാധികൾ ശിക്ഷിക്കുന്നത്, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയേണ്ടി വരുന്നത്. കാരണം സ്വന്തത്തിൽ ഞാനെന്ത് ചെയ്യുന്നു, എനിക്കെന്തുകൊണ്ടൊരു ദോഷം ഉണ്ടാകുന്നു, എന്നെ എന്തുകൊണ്ട് മറ്റുള്ളവർ ചീത്ത പറയുന്നു, അതിന് കാരണം എന്നിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ദുഃഖവും ദുരന്തവും രോഗങ്ങളും വരുന്നത്. മനസ്സിലായി? എനിക്ക് വലിയ പെരുമന്ത, മനസ്സിലായി? എനിക്ക് വലിയ പ്രശ്നം കിടക്കുകയാണ്. അപ്പോഴും മറ്റുള്ളവർക്ക് ഇല്ലാത്ത പ്രശ്നം കണ്ടെത്തി അവർ ചീത്ത പറയാൻ നടക്കുകയാണ്. എനിക്ക് വലിയ പ്രശ്നത്തിൽ ഞാൻ കിടന്ന് കുഴയുകയാണ്, ഞാൻ വലിയ അസ്വസ്ഥനാണ്. പക്ഷെ അപ്പോഴും മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് പാടുപിടിക്കുക. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം അന്വേഷിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വലിയ പെരും പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് നടക്കുക. മനസ്സിലായി? മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടായില്ല എന്നുള്ള ഭാഗം ഇയാളാണ് തീരുമാനിക്കുന്നത്. അല്ല, എനിക്കെന്താ പ്രശ്നം? എൻ്റെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് അവർക്കുള്ള പ്രശ്നം പരിഹരിച്ച് സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും പോകാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്കല്ല പ്രശ്നമില്ലാത്തത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് പറയുന്നത്. ഓരോരുത്തരും അവരവരെന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള ഭാഗം. എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അഫ്സലിൻ്റെ കാര്യം ഇവിടെ എടുത്തില്ല. അഫ്സലിൻ്റെ കാര്യം ഇവിടെ എടുക്കുന്നില്ല ആരും. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ജീവൻ്റെ ഭാഗമായിട്ട് തൊട്ടറിയാനുള്ള മാർഗങ്ങളാണ്. അല്ല, അഫ്സലിനെ ഇവിടെ ആരും എടുക്കുന്നില്ല. ഇവിടെ എടുക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഈ ശരീരത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ഈ പവിത്രമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ബന്ധം എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ആരോഗ്യപരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം, ഇതേ ഇവിടെ എടുക്കുന്നുള്ളൂ. അല്ല, അഫ്സലിൻ്റെ പ്രവൃത്തിയോ അപ്പുറത്തിരിക്കുന്ന നിഹാസിൻ്റെ പ്രവൃത്തിയോ സുഹേറയുടെ പ്രവൃത്തിയോ ഇവിടെ നോക്കുന്നില്ല. ഇവിടെ ഓരോ വ്യക്തിയുടെയും, ഞങ്ങളിൽ ഉള്ള ഓരോരുത്തരിലുള്ള ജീവൻ്റെ സ്പന്ദനം അത് തൊട്ടറിയാൻ പറ്റുന്നുണ്ടോ, ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
ഇതിനാണ് ഇവിടെ സ്ഥാനം കൊടുക്കുന്നത്. ഉപകാരിക്കണം. അടുത്ത ആഴ്ച ഗ്രൂപ്പിൽ കയറുന്നവരായിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതിന് നിങ്ങൾ ഗ്രൂപ്പിട്ട് സംസാരിക്കാൻ അവസരം തന്നെ. അല്ല, നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ള അംഗങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അവർ നിങ്ങൾ റൂം ഇടുക. നിങ്ങളുടെ അടുത്ത് അവർ വരുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എനിക്കും സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത ആഴ്ച. അല്ല, നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂം ഇടുക. സ്വന്തമായിട്ട് റൂം ഇടുക. നിങ്ങളുടെ റൂമിൽ നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യണോ? നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് കേൾക്കുന്നവരായിട്ട് സംസാരിക്കാനെങ്കിൽ താല്പര്യം. അല്ല, അത് നിങ്ങളുടെ അല്ല, അത് അഫ്സലിന്റെ താല്പര്യത്തിന് എല്ലാവരും വഴങ്ങി തരുന്നുണ്ട്. അല്ല, ഞങ്ങളാരുടെ ആർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. ഈ റൂമിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുക, അങ്ങനെ ഒരു ഭാഗം ഈ റൂമിലില്ല. നിങ്ങളോട് സംസാരിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളവരെ ഇൻവൈറ്റ് ചെയ്യുക. അതാണ് എൻ്റെ പോസിബിലിറ്റി. അത് മറ്റൊരാളുണ്ടാക്കി തരുന്ന അവസരമല്ല. അത് ഓരോരുത്തർക്കും അവരോട് ഇഷ്ടമല്ല. ഞാനാണ് അത് തീരുമാനിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് ഞാനാരാണ്? സുഹേറയോട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞാൽ സുഹേറ കൂട്ടാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സുഹേറ കൂട്ടാക്കണമെന്ന് ഞാൻ പറയാൻ ഞാനാരാ? നിഹാസിനോട് അഫ്സലിന് സംസാരിക്കും. നിഹാസെ അഫ്സലോട്ട് സംസാരിക്കും, ഇതിനൊരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയാൻ ഞാനാരാ? എടാ, ഇവിടെ എല്ലാവരും ഇരുന്ന് സംസാരിക്കില്ലേ? ഇവിടെ എല്ലാവരും ഇരുന്ന് സംസാരിക്കില്ല. ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആവണത്. അപ്പോൾ അവരുടെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇവിടെ ഓരോരുത്തരും വരുന്ന അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ വരുന്നു, അവർ സ്വന്തം ഇഷ്ടത്തിൽ സംസാരിക്കുന്നു, അവരുടെ താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നു. അത് അവരുടെ താല്പര്യം. അല്ലാണ്ട് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ, മറ്റൊരാളോട് സംസാരിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുക എന്ന് പറയണതെങ്കിൽ എനിക്ക് ഞാൻ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാൻ എനിക്ക് യാതൊരു റൈറ്റും ഇല്ല. അങ്ങനൊരു അവകാശം എൻ്റെ കയ്യിലില്ല. ഈ റൂമിലാണ്. അതുകൊണ്ട് ഈ റൂമിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവർ ഇൻഡിവിജ്വൽസാണ്. അവരെ അവരായിട്ടാണ് കാണുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ റൂമിൽ വന്ന്, അതുകൊണ്ട് എനിക്ക് ചില അധികാരമുണ്ട്. നിങ്ങളിൽ ഒരു അധികാരവും ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയിലും എനിക്ക് യാതൊരു അധികാരവും ഇല്ല. അവരോട് സംസാരിക്കാൻ അവർ തന്ന അവസരം ഞാൻ കൈകൂപ്പി വളരെ സ്നേഹത്തോട് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരുമായിട്ട് സഹകരിക്കാൻ അവരുണ്ടാക്കി തരുന്ന അവസരത്തെ വളരെ മനോഹരമായിട്ട്, അല്ല അവരെ ചോദ്യം ചെയ്യുകയോ അവരെ ആക്ഷേപിക്കുകയോ അവരെന്ത് ചെയ്യുന്നതെന്ന് അവർ തന്നെ പറയുന്നു. അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു, അങ്ങനെ നമ്മളതിനെ ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് നമ്മളുടെ റൂം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഓരോരുത്തർക്കും അവർക്ക് സ്വന്തം ഇഷ്ടത്താൽ പറയാൻ തോന്നുന്നത് അവർ പറയുന്നു. ഹായ് സുഹറ, ഹായ് നിഹാസ്, ഹായ് യൂജിൻ, ഹായ് ഹാരിഷ്, എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഓരോരുത്തർ പറയുന്നു. ഇപ്പോൾ സുഹറ ഡെൻ്റൽ ക്ലിനിക്ക്, ഡെൻ്റൽ ഹൈജീൻ. നിങ്ങൾക്ക് നമ്മൾക്ക് അതിനെപ്പറ്റി ചോദിക്കാൻ തോന്നി, അതിനെപ്പറ്റി പറയാൻ ആ വ്യക്തി തയ്യാറാണ്. അത് നമുക്കറിയാൻ പാടാത്ത കാര്യങ്ങൾ ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മൗനത്തിൽ നിശബ്ദമായിട്ടിരുന്ന് അത് ഓക്കെ, അവിടെ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള സവിശേഷത തൊട്ടറിയാൻ പറ്റുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിൽ തന്നെയുള്ള ഓരോ റിപ്പയറിങ് നടത്തുകയും, ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാളല്ല നമ്മളിൽ റിപ്പയർ ചെയ്യുന്നത്, നമ്മളെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ എന്നിൽ ഞാൻ കണ്ടെത്തുന്ന ഓരോ രോഗാവസ്ഥയും ഞാൻ തന്നെ റിപ്പയർ ചെയ്യുന്ന ഭാഗത്താണ് ഞാനിരിക്കുന്നത്. ആ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഡിസ്കഷൻ നടത്തുന്ന ആ ഭാഗത്താണ്. നമുക്കെങ്ങനെ ഇത് സാധിക്കും? അതിന് താല്പര്യമുള്ളവർ ഈ റൂമിൽ ഇരിക്കത്തുള്ളൂ. ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല നിങ്ങളിത് ഇരിക്കണം, കേൾക്കണം. ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല. കാരണം ഇവിടെ ചെയ്യുന്നത് സെൽഫ് റിപ്പയറിംഗ് ആണ്. സെൽഫിനെ റിപ്പയർ ചെയ്തിരിക്കുന്ന എന്ത് രോഗം ഉണ്ടെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പല്ലിന് ഭയങ്കര വേദന വന്നു. പക്ഷേ നമ്മൾ സുഹേറയെ വിളിച്ചില്ല. സുഹേറയ്ക്ക് ഇതറിയാൻ പാടില്ല എന്നിട്ടോ സുഹേറ വിളിച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ഭാഗത്തല്ല.
സുഹേറെ വിളിച്ചാൽ സുഹേറ തീർച്ചയായിട്ടും നല്ലൊരു റെമഡി പറഞ്ഞു തരും, അല്ലെങ്കിൽ വേറൊരു ഡോക്ടറിൻ്റെ അടുത്തോട്ടുള്ള ഗൈഡൻസ് തരും. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സുഹേറ തീർച്ചയായിട്ടും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അതിനാണ് സുഹേറ ഉള്ളത്. പക്ഷെ നമ്മൾക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എന്നിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പല്ലിൻ്റെ ഭാഗത്ത് എനിക്ക് അധികാരമില്ലെങ്കിൽ, എൻ്റെ പല്ലിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പല്ലിൻ്റെ പുറത്ത് എന്ത് അതോറിറ്റി ഉണ്ട്? അവിടെയാണ് ചെന്ന് റിപ്പയർ ചെയ്യുന്നത്. അത് സാധിക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി. കാരണം അത് വളരെ പെയിൻഫുള്ളാണ്. വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു ഭാഗത്ത് കൂടെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ആ പെയിനിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മളിരിക്കുന്നത്. നമ്മൾ സെൽഫ് റിപ്പയറിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കേൾക്കാനും ഇതിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും താല്പര്യമുള്ളവർ ആരെയും നമ്മൾ വഴിതെറ്റിക്കുന്നില്ല. കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാഗമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. ആരും ഇതിനകത്ത് വെറുതെ വന്നേച്ചും ഇയാൾ പറഞ്ഞത് കേട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ഡേഞ്ചറസ് ആണ്. കാരണം സെൽഫ് റിപ്പയറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതത്ര ഈസി ആയിട്ടുള്ള ഭാഗമൊന്നുമല്ല. അത്രയും ക്ഷമ വേണം, അത്രയും സത്യസന്ധത വേണം. വർഷങ്ങളായിട്ട് വളരെ സാവകാശം സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് പരിശോധിച്ച് ആണ് ഈ ഒരു അവസ്ഥ കൈവരിച്ചത്.